കഥ നിങ്ങളിലൊരു കഥ ഉണ്ടെന്ന് പറഞ്ഞേ. ആ കഥ ഉണ്ട്. കഥ നല്ലൊരു കഥ ഉണ്ട്. ഒരമ്മയും മോനും ഒറ്റയ്ക്ക്. ചെക്കൻ പഠിക്കാൻ നല്ല മിടുക്കാൻ. അവ 7ാം ക്ലാസ്സിൽ തോറ്റപ്പോഴാ തോറ്റപ്പോഴല്ല, 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തലയുടെ കയ്യിൽ പഠിപ്പിക്കാനില്ല. അങ്ങനെ ചെക്കനാകെ വിഷമായി. അങ്ങനെ വിഷമിച്ച് സ്കൂളിൽ പടിയിറങ്ങുമ്പോൾ അവർ വാക്ക് കൊടുത്ത് തള്ളക്കി. ഈ ലോകത്തിലെ സ്വർണ്ണം മുഴുവൻ നമുക്ക് കൊടുന്നേരാന്നാണ്. ആ ഇതാക്കിയാലോ? എങ്ങനെയുണ്ട്? ഭയങ്കര ഈ കഥ പോരാ. ഈ സോഷ്യൽ മീഡിയ കത്തിക്കണമെങ്കിലേ റൊമാൻസ് വേണം. നല്ലൊരു പ്രണയകഥ. പ്രണയുണ്ട്. നിങ്ങളുടെ കഥ അവിടെ വെക്കി. സാറ് പറ. ഈ നമ്മുടെ പഴയ പ്രണയമൊക്കെ എടുത്തിട്ടേ ഒന്ന് പൊടി തട്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ടോക്ക്. അതിന് ചുറ്റും പൂമ്പാറ്റകളെ പോലെ പറന്ന് കളിക്കാൻ ഒരുപാട് പേര് വരും. അവർ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാവും. എൻ്റെ കയ്യിലൊരു കഥയുണ്ട്. പക്ഷേ ഒരു നടീനോണം. അടിയുണ്ടോ? ഒന്നും ഉണ്ടായിരുന്നു. സാറിന്റെ കഥ പറഞ്ഞേ. കഥയൊക്കെ ഞാൻ പറയാം. ആദ്യം പോയിട്ട് നടീനെ ഒപ്പിച്ചിട്ടോ. അങ്ങനെയാണെങ്കിൽ കഥയും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? നടീനെ നാളെ കൊണ്ടുവരാ. നാളെ ഷൂട്ട്. നാളെയോ? നാളെ പറ്റില്ല. നാളത്തെ കാര്യം ആലോചിക്കുക വേണ്ട. നാളെ എനിക്ക് വേറെ കുറെ തിരക്കുണ്ട്. നാളെ എനിക്ക് പ്രൊഡ്യൂസറെ കാണാൻ പോകണം, വേറെ കുറെ മീറ്റിംഗ് ഉണ്ട്, ലാബിൽ പോകണം, എഡിറ്റിംഗ് ഉണ്ട്. ഏത് ഇത് ആൽബം? എടാ മൊണ്ണേഷേ, എടാ ക്യാമറ വെക്കടാ. ലൈറ്റ് പോകണുണ്ടല്ലേ അവരുടെ ഒരു ക്രിയേറ്റീവ്. ഇവളിപ്പല്ലേട്ടാ പൊളിക്കും. ചീങ്കണ്ണിയാ തകർക്കും. അല്ല തറന്നിട്ടാ നടീനിപ്പോ ഇവിടുന്ന് കിട്ടുക. ക്യാമറ റോളിംഗ്. നടീനെ എത്തണത്തിന് വേണം എനിക്ക്. ആക്ഷൻ. ഞാൻ എത്തിച്ചേരാടാ. ശരിക്കും സ്പോട്ടിൽ എത്തിച്ചേരാടാ. ഫോളോ മീ. അപ്പൊ നിങ്ങളാരാ ചീങ്കണ്ണിയാ? കട്ട്.